അവൻ എന്താ പറഞ്ഞു മനസ്സിലായിട്ടാണ് പറഞ്ഞ എനിക്കറിയാൻ പാടില്ല. സോറി ഭയ്യാക്കോ, ഇനി തീരെ നിർത്തി ഞാൻ പറഞ്ഞ പോലെ CNG മാറ്റുക, പെട്രോൾ ആക്കുക, അഗൈൻ കാർ കൊടുക്കുക. നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ടിഗോർ ICNG ആണ്. ടാറ്റ മോട്ടോഴ്സ് 5 GBക്ക് ശേഷം തങ്ങളുടെ ടിഗോറിനും അല്ലെങ്കിൽ ടിയാഗോയ്ക്കും ഒരു AMT കൂടി കൊടുത്തേക്കാണ് CNGയുടെ ആ ഒരു കൂടെ, ICNGയുടെ കൂടെ. ശരിക്കും നമ്മൾ സാധാരണക്കാർ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിത്തിരി കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള വണ്ടി നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ എക്കണോമിക്കലായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ പെട്രോളിൻ്റെ വിലയൊക്കെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഫോഴ്സ്ഫുള്ളി മാനുവൽ മേടിക്കേണ്ടി വരും. ഡീസലായിരുന്നപ്പോൾ ഡീസലിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ള കാര്യമായിരുന്നു. പിന്നീട് അത് മാറി AMTയും അല്ലെങ്കിൽ ആ ഒരു ടോർക്ക് കൺവെർട്ടറൊക്കെ ആയിട്ട് ഓട്ടോമാറ്റിക്കുകൾ വന്നു. പക്ഷേ CNG വാങ്ങിക്കുമ്പോൾ നമുക്ക് CNGക്ക് ആ ഒരു ഓട്ടോമാറ്റിക് ഇല്ലാത്ത പ്രശ്നം സ്റ്റിൽ ഉണ്ടായിരുന്നു. ടാറ്റ മോട്ടോഴ്സ് ഒരു പരിഹാരം കൊണ്ടുവന്നിട്ടാണ്. ടാറ്റ മോട്ടോഴ്സ് തങ്ങളുടെ ആ ഒരു CNG വെർഷനായിട്ടുള്ള ടിയാഗോയ്ക്കും ടിഗോറിനും ഒരു AMT കൂടി കൊടുത്തേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ AMT ഉണ്ട്, ടിഗോർ AMT ഉണ്ട്. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു റിവ്യൂ കൈൻഡ് ഓഫ് വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ടിയാഗോയും അല്ലെങ്കിൽ ടിഗോറൊക്കെ നമുക്ക് പരിചിതമാണ്, നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മുംബൈയിലാണ്. ജുഹു ബീച്ച് മുതൽ മുംബൈ ഹെറിറ്റേജ് വാക്ക് വരെയുള്ള 27 കിലോമീറ്റർ ഈ വണ്ടിയുമായിട്ട് ഒരു ഡ്രൈവ് വരാണ്. സിറ്റിയിലൂടെ അല്ലെങ്കിൽ ട്രാഫിക്കിലൂടെയൊക്കെ വണ്ടി ഓടിച്ചിട്ട് ഒരിത്തിരി ഫാസ്റ്റായിട്ട് ഓടിക്കുക എന്നുള്ള ആ ഒരു അവസ്ഥയിലൂടെ വണ്ടി ഓടിച്ചിട്ട് നമ്മൾ ആ ഒരു എല്ലാ കാര്യങ്ങളും പരിശോധിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ കാര്യം. നമ്മളിപ്പോൾ ജുഹു നിന്ന് സ്റ്റാർട്ട് തുടങ്ങിയിട്ട് തിരിച്ചു വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുന്ന ആളുകൾ, ഡ്രൈവേഴ്സ് ആണെങ്കിലും അതല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഹോം ഡ്രൈവേഴ്സ് ആണെങ്കിലും അതല്ല ടാക്സി ഡ്രൈവേഴ്സ് ആണെങ്കിലും എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണ് ഗിയർ മാറി ക്ലച്ച് വിട്ട് തന്നെയാണ് നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട്. അവിടെ ഒരു വിരോധാഭാസം ഉണ്ട്. ഇപ്പോൾ സാധാരണ ഡ്രൈവേഴ്സ് നമ്മളെപ്പോൾ ആളുകൾ വണ്ടി ഓടിക്കുമ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ വണ്ടി ഓടിക്കുള്ളൂ. പക്ഷേ ടാക്സി ഡ്രൈവേഴ്സിന് 24 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഒരു എഫിഷ്യൻസി വേണം. അത് എഫിഷ്യൻസി മാത്രം മതി എന്നുള്ള മൈൻഡാണ് പലപ്പോഴും. ഓട്ടോമാറ്റിക് ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ CNGകൾക്ക് പലപ്പോഴും മാനുവൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതുവരെ മാനുവൽ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ആ ഒരു കാര്യത്തിൽ മാറ്റം വരുത്താനായിട്ട് അവരെടുത്ത വണ്ടികളെന്ന് പറയുന്നത് ടിഗോറും ടിയാഗോയുമാണ്. ഇപ്പോൾ ഈ 2 CNGക്കും AMT ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടി റിലാക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി സമാധാനപരമായിട്ട് വണ്ടി ഓടിക്കുകയും ലാഭം ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ടിഗോറുമായിട്ടൊരു യാത്ര പോകാം. ഒരു ചെറിയ യാത്ര. ജുഹു എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ യാത്ര. ശരിക്കും ജുഹുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ 2-3 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് തിരക്കില്ലാത്തൊരു സ്ഥലം ഇവിടെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ്. പിന്നെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്സ് ആണ്. എവിടെ വണ്ടി നിർത്തിയാലും വേസ്റ്റും പ്ലാസ്റ്റിക്സുമാണ് ഈ ഒരു ഭാഗത്തുള്ള പ്രശ്നം. എനിക്ക് തോന്നുന്നു അത് ഈ ഒരു ഏരിയയുടെ ഇഷ്യൂ ആയിരിക്കും. പക്ഷേ വണ്ടി നിർത്തി ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല. അപ്പോൾ CNG ടിഗോറിലേക്ക് വന്ന ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ടിഗോർ ഓടിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ ടിയാഗോ ഓടിച്ച ആൾക്കാർക്ക് ഫീൽ ഹോം തന്നെയാണ്. വ്യത്യാസമൊന്നും പറയില്ല. തീർത്തും സാധാരണ കാണുന്ന ഒരു ടിഗോർ അല്ലെങ്കിൽ ടിയാഗോ കുറച്ച് വ്യത്യാസങ്ങൾ മാറ്റങ്ങൾ അത് വഴിയെ പറയാം. ടിഗോർ ICNGയിൽ കോസ്മെറ്റിക്സ് എന്ന് പറയാൻ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഷാർക്ക് ഫിൻ ആന നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കൂടാതെ സ്റ്റിയറിംഗിന്റെ മുകളിലുള്ള ആ ഒരു ഇൻസേർട്ട് നല്ലതാണ്. കുഞ്ഞു ഇൻസേർട്ടുകൾ അവിടെ ഡാഷ്ബോർഡിന് അവിടെ കൂടെ നല്ലതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഒരു ബട്ടൺ എക്സ്ട്രാ വന്നത് CNG എന്നുള്ള ബട്ടൺ. ആ CNG എന്നുള്ള ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അകത്ത് ലോ ഫ്യൂൽ വാണിംഗ് കാണിക്കുന്ന അതേ ആംബർ കളറിലാണ് CNGയുടെ സെലക്ഷൻ വരിക. അപ്പോൾ അതൊരു വ്യത്യാസമായ കാര്യമായിട്ട് പറയാം. പിന്നെ റൈഡ് ക്വാളിറ്റി മികച്ചതാണ്, ഒന്നും പറയാനില്ല. കാരണം സാധാ ടിഗോർ അങ്ങനെ തന്നെ അത്യാവശ്യം നല്ല റൈഡ് ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഈ ഒരു വണ്ടിക്കും ആ ഒരു പോയിന്റ് ഉണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. മുംബൈ സിറ്റിയിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴേ ശരിക്കും പാനിക് അറ്റാക്കുകൾ ഇഷ്ടം പോലെ വരും. കാരണം വണ്ടികൾ അവർക്ക് ഈ പറഞ്ഞ മാതിരി വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും ഒരു പേടിയില്ല. നമ്മുടെ വണ്ടിയുടെ മൂട്ടിൽ നമ്മുടെ വണ്ടിയുടെ തൊട്ട് പിന്നിൽ വന്ന് ഇടിച്ചില്ലാതെ നിൽക്കും. സിഗ്നലിൽ വന്ന് കയറി വരുമ്പോൾ ഒന്ന് ക്ലോസ് ആയി നിൽക്കും. എനിക്ക് ഈ ബസ്സൊക്കെ പോകുമ്പോൾ ബസ്സുകാരൊക്കെ കാര്യം ഒന്നും പറയാനില്ല. അവർ പേടിപ്പിച്ചിട്ടാ പോകണല്ലേ ഇടി എന്ന് പറയാൻ. ഇപ്പൊ ഇടിച്ചേനെ, ഞാൻ അറിഞ്ഞ കാര്യമേ അല്ല. എൻ്റെ അമ്മേ, ഈ ജുഹു ബീച്ചിൽ നമുക്ക് പാർക്കിങ്ങും ഇല്ല കേട്ടോ. പാർക്കിങ്ങിന് ഒരു കുറവുണ്ട്. സോറി ഭയ്യാക്കോ, അവൻ എന്താ പറഞ്ഞു മനസ്സിലായിട്ടാണ് പറഞ്ഞ എനിക്കറിയാൻ പാടില്ല. ആദ്യം ജുഹു
സെൽഫി പോയിന്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനീഷ്യലി ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ CNG ഞാൻ ഓഫ് ചെയ്തു, പെട്രോളാണ്. CNG ഓഫ് ചെയ്തിട്ട് പെട്രോളൊന്ന് കാലെടുക്കുകയാണ്. അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ CNG ഓൺ ചെയ്തോട്ടെ. ഇനി സഡൻലി ആ ഒരു പെർഫോമൻസിൽ ആ ഒരു വ്യത്യാസം വന്നു. അത് വരും, ഒബ്വിയസ് ആണ്. പക്ഷെ ഞാൻ ആ ഒരു ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടിലും കൂടെ ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ജുഹു സെൽഫി പോയിന്റ് ക്ലോസ്ഡ് ആണെന്ന് പറയുന്നത്, പോയി നോക്കാം. അപ്പോൾ CNG എന്ന് പറയുന്നത് തീർത്തും എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടും ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. അതല്ലാണ്ട് ഒരു ഫൺ ഫാക്ടറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചാലും CNG മേടിക്കാൻ പോണ്ട. CNGയുടെ യൂസ് എന്ന് പറയുന്നത് ഓക്കെ, ഡെയിലി ഡ്രൈവ് ഉണ്ട്, വലിയ ഫണ്ണല്ല പ്രതീക്ഷിക്കുന്നത്. ആവശ്യത്തിന് കാര്യങ്ങൾ നടക്കണം. അതായത് ഇതൊരു യൂസ്ഫുൾ വണ്ടിയാണ്, യൂസാണ് ഇതിന്റെ കാര്യം. അതായത് ആവശ്യങ്ങൾ നടക്കാൻ പറ്റിയ ഒരു വണ്ടി എന്ന നിലയ്ക്കാണ് ഈ ഒരു ടിഗോർ CNGയുടെ കാര്യം, iCNGയുടെ കാര്യം. സ്റ്റിയറിംഗ് ടൈപ്പിക്കൽ ടാറ്റയാണ്. അതായത് നമ്മുടെ ടിഗോറും ടിയാഗോയും കണ്ട സെയിം വ്യത്യാസമൊന്നും ഇല്ല. പക്ഷെ ഇതിനകത്ത് ടച്ച് സ്ക്രീൻ ഉണ്ട്, ഹർമാന്റെ. ആ ഒരു കാര്യം ഗുണമാണ്. അതായത് ഈ ടച്ച് സ്ക്രീൻ വെച്ചിട്ട് നമുക്ക് മാപ്പൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് എവിടെയാണെങ്കിൽ പോലുള്ള ഒരു ഗുണം ഈ ഒരു യാത്രയിൽ കാണാം. കാരണം മുംബൈയിൽ നമ്മൾ കറങ്ങി നടക്കുമ്പോൾ നമുക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാനായിട്ട് ഒരു എക്സ്റ്റേണൽ ഡിവൈസിന്റെ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിന്റെ ആവശ്യം ഒരു കേബിളിന്റെ അറ്റത്ത് കുത്തിയിടുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്കത് നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു നല്ല കാര്യമായിട്ട് കാണാം. സോ ഓഡിയോ ക്വാളിറ്റി ഈസ് ഗുഡ്, ഹർമന്റെ ഒരു സിസ്റ്റം വെച്ചിട്ട് അതും ഒരു നല്ല കാര്യമാണ്. ഞാനിതൊക്കെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ CNGകളിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവഗണിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ആ ഒരു കാര്യങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് റിലവൻസ് ഉണ്ടാവുക. അതൊരു കാര്യമാണ്. പിന്നെ ഓവർടേക്ക് പ്ലാൻ ചെയ്യണം. നമ്മൾ പണ്ട് ഓൾട്ടോ ഓടിച്ച പോലെ ഓൾട്ടോയുടെ AC ഓഫ് ചെയ്ത് നമ്മൾ ഓവർടേക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബൂസ്റ്റ് കിട്ടും നമുക്ക്. അതേ കാര്യം ഇവിടെ ചെയ്യാം. CNG ബട്ടൺ ഓഫ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്രോളാവും, ചവിട്ടി കൊടുത്ത് കയറി അങ്ങ് പോവാം. അതൊരു ഫൺ ഫാക്ടറുള്ള കാര്യമായിട്ട് തോന്നി. രസമാണ്, ഒരു ചെറിയ കൗതുകം. ഇനി NVH എന്ന് പറയുന്നത് തീർത്തും പുവർലി മാനേജ്ഡ് ആണ് ഈ വണ്ടിക്കകത്ത്. അതായത് 3 സിലിണ്ടർ ആണ് എന്നുള്ളതും ആ ഒരു കാര്യങ്ങളും വിറയിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും, എസ്പെഷ്യലി ഇൻ CNGയിൽ. ഇപ്പൊ ടിഗോറിന്റെ NVH അല്ലെങ്കിൽ ടിയാഗോയുടെ NVH എന്ന് പറയുന്നത് ഓൾറെഡി അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് അതിൽ നിന്ന് ഇത്തിരി കൂടി ഒരു 10-20% കൂടി കുറവ് CNGയിൽ പ്രതീക്ഷിക്കാന്നുള്ളൂ. അപ്പോൾ NVHന്റെ ഒരു കാര്യത്തിൽ ഈ ഒരു വണ്ടിയുടെ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കധികം വലിയ കാര്യമായിട്ട് പറയാതെ എന്നാൽ ഓക്കെ ബോധർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എഫിഷ്യൻസിയാണ് കാര്യം, ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. കാല് കൊടുക്കുമ്പോഴേ 3ാമത്തെ ഗിയർ ആണെങ്കിൽ നമുക്ക് ആ ഒരു സൗണ്ടും ലഹലൊക്കെ ഫീൽ ചെയ്യും. അതായത് ഡൗൺ ചെയ്ത് മാനുവലി ഓടിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് നമുക്ക് നോക്കാനായിട്ട്. അത് വേറൊന്നുമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ CNG പോലുള്ള വണ്ടികളിൽ പവർ കുറവാണെന്ന് തോന്നുന്നു നമുക്ക് മാനുവൽ മോഡിന്റെ യൂസ് ചെയ്യാം എന്നുള്ളൊരു ഗുണം അത് ഉള്ളതാണ്. അത് MTകളുടെ പ്രത്യേകമായിട്ട് പറയാം. എല്ലാ MTക്കുള്ളതാണ്, പ്രത്യേകിച്ചും CNGക്ക് അത് നല്ല കാര്യമാണ്. CNGയിലും റൈഡ് ലൈനിങ്ങൊക്കെ നല്ല രസമാണ് കേട്ടോ MTയുടെ കാര്യത്തിൽ. അതായത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയായിട്ട് അങ്ങ് താതാത്മ്യപ്പെടും. പിന്നെ ഈ വണ്ടിയുടെ സ്വഭാവത്തിലാണ് ഓടിക്കാം. പക്ഷേ ഒരു യൂസർ റിവ്യൂ എന്ന നിലയ്ക്ക് ഒരാൾക്ക് വേണ്ടി നമ്മൾ ഈ വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കി വേണം CNG മേടിക്കാനായിട്ട്. ഈവൻ MT ആണെങ്കിലും മാനുവലാണെങ്കിലും CNGക്ക് ഞാൻ വീണ്ടും ഒന്നുകൂടി പറയണം, എഫിഷ്യൻസിയാണ് മെയിൻ. എഫിഷ്യൻസിക്ക് വേണ്ടി മാത്രമാണ് CNGയുടെ ഒരു വണ്ടിയുടെ ഒരു കാര്യമുള്ളൂ. ബാക്കിയൊക്കെ കുറവാണ്, ഫണ്ണൊക്കെ കുറവാണ്. ഇപ്പോൾ ഇലക്ട്രിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികൾ മേടിക്കുന്നതാണ് കുറച്ചും കൂടി ഉചിതം. ഇപ്പം നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഓടിക്കുകയാണ് എന്നുള്ളതാണെങ്കിൽ. പക്ഷേ ശരിക്കും ഈ ഇലക്ട്രിക് കാറുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ CNG പോലുള്ള വണ്ടികളുടെ ഗുണം എന്ന് പറയുന്നത് കോസ്റ്റിന്റെ കുറവ് കൂടിയാണ്. അത് വിലക്കുറവും കൂടി ഒരു മെയിൻ ഫാക്ടറാണ്. ഇപ്പോൾ വില കുറഞ്ഞ വണ്ടി, പെട്രോൾ വണ്ടി വാങ്ങുന്ന ആ ഒരു വിലയേക്കാൾ കുറച്ചുകൂടി ഒരു കാര്യം കൂടുതലായിട്ട് നമുക്ക് ഈ വണ്ടിയെ കാണാം. അപ്പോഴും CNGയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് 2 വർഷം കൂടുമ്പോൾ ടാങ്ക് പോയി സർട്ടിഫൈ ചെയ്യണം. എനിക്ക് തോന്നുന്നു ഈ വക കമ്പനികളൊക്കെ തന്നെയും അത് ഷോറൂം വൈസോ സർവീസ് സെന്ററിൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. ആ ഒരു കാര്യമുണ്ട്. പക്ഷെ CNG ഫില്ല് ചെയ്യുമ്പോൾ 89 രൂപയോളം 90 രൂപ താഴെയാണ് ആ വില. അപ്പോൾ പെട്രോളുമായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 20 രൂപയോളമാണ്. അത് മാത്രമല്ല ഇതിനകത്ത് അത്യാവശ്യം എഫിഷ്യൻസി ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ ദൂരം ഓടിക്കാനും വരും. ഇപ്പോൾ ടാക്സി ഡ്രൈവേഴ്സ് ഏറ്റവും കൂടുതൽ CNG പ്രിഫർ ചെയ്യുന്ന ഈ ഒരു കാര്യം കൊണ്ടാണ്. പിന്നെ ഫണ്ടിന്റെ കാര്യത്തിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല, കാരണം സ്പീഡ് ലിമിറ്റ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് വലിയ കാര്യമായിട്ട് അവർ ആ ഒരു സ്പീഡിൽ പോകുന്ന ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ ടിഗോറിന്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ മെയിൻ ഗുണം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഫീച്ചേഴ്സ് ഉണ്ട്, ഓട്ടോമാറ്റിക് AC പോലുള്ള കാര്യങ്ങളുണ്ട്, ടച്ച് സ്ക്രീൻ പോലുള്ള കാര്യങ്ങളുണ്ട്, ടിൽറ്റ് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ഉണ്ട്, ഇപ്പോൾ AMT കൂടി ഉണ്ട് എന്നുള്ളതാണ്. 74 PS 95 Nm ആണ് ഇതിന്റെ പവർ ടോർക്ക് ഫിഗറുകൾ. ഇതിന് ഡ്യുവൽ CNG ടാങ്ക് ഉണ്ട്. മാത്രമല്ല
ഫയർ എക്സ്റ്റിങ്ക്വിഷർ പോലുള്ള സംഭവങ്ങളുണ്ട്. കുറച്ചും കൂടി ആ ഒരു ഫയർ പ്രൂഫാണ്. പിന്നെ അപ്പോർച്ച് നല്ലതാണ്, സീറ്റൊക്കെ നല്ലതാണ്, ഇരിക്കാനുള്ള ആ ഒരു സൗകര്യമൊക്കെ നല്ല നീറ്റാണെന്ന് പറയാം. 26.49 കിലോമീറ്റർ പെർ kg ആണ് ഈ ഒരു ടിഗോറിന് കമ്പനി പറയുന്ന ഒരു മൈലേജ്, ടാറ്റ മോട്ടോഴ്സ് പറയുന്നത്. എനിക്ക് തോന്നുന്നു 20-22 കിട്ടിയാൽ തന്നെയും ആ ഒരു പെട്രോളിനേക്കാൾ കൊടിയ ലാഭമുള്ള കാര്യം പറയാം. ഇതിന്റെ പെട്രോളിന് 14-15 എന്താ പറയുക റിയാലിറ്റിയിൽ മൈലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം ശരിക്കും ഉണ്ട് എന്നുള്ളതാണ്. നല്ലതാണല്ലേ ശരിക്കും. ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ ഫ്യൂവൽ എഫിഷ്യൻസി എന്നൊരു ഓപ്ഷൻ ആയിട്ട് കിട്ടുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഈ ഒരു ടിഗോർ CNG ഒക്കെ ശരിക്കും AMT കൂടെ ആയപ്പോഴേ വണ്ടി ഓടിക്കുക അതിനോട് ഈസി ആയി എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഡെയിലി വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ്. അതായത് 24 മണിക്കൂറും വണ്ടി ഓടിക്കുന്ന ടാക്സി ഡ്രൈവേഴ്സ് പോലുള്ള ആളുകൾക്ക് പലപ്പോഴും ഫാറ്റീഗ് കൂടുക അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ വരിക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഡീസലാണെങ്കിൽ കാല് വേനിക്കും ക്ലച്ച് ഓട്ടിയിട്ട്, പെട്രോൾ ആണെങ്കിൽ തന്നെയും ഫ്യൂൽ എഫിഷ്യൻസിന് പ്രശ്നം വരും. ഓക്കെ, എന്നാൽ CNG എടുക്കാന്ന് വെച്ചാൽ CNGക്ക് ഓട്ടോമാറ്റിക് ഇല്ല, മാനുവൽ മാത്രമുള്ളൊരു കുഴപ്പമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മാറും എന്നുള്ളതാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ മാറുന്നതാണ്. കുറച്ച് എന്താ പറയുക ഒരു ചെറിയ പ്രോബ്ലംസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, പ്രോബ്ലംസ് എന്നല്ല ഞാൻ പറഞ്ഞത്, നിഗിൾസ് അല്ലെങ്കിൽ ആ ഒരു ചെറിയ കുറവുകൾ എന്ന് പറയുന്നത്. അതിപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു മാത്രം കാര്യമൊന്നുമല്ല, എല്ലാം തികഞ്ഞ വണ്ടികളൊന്നുമില്ല. മുംബൈ എന്ന് പറയുന്നത് ശരിക്കും അത്യാവശ്യം നല്ല റിച്ച് സിറ്റി ആണ്. നമുക്ക് ഒരുപാട് വണ്ടികൾ കാണാം. ഇലക്ട്രിക് ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക CNG തന്നെ ആണെങ്കിലും പെട്രോൾ വണ്ടി ആണെങ്കിലും ഒരുപാട് വണ്ടികൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ വണ്ടികളുടെയൊക്കെ ഇടയിലൂടെ വണ്ടി ഓടിക്കുന്ന ഒരു അഭ്യാസം കൂടെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ചളിങ്ങി പിളിങ്ങി കാണുന്ന നല്ല വണ്ടികളൊന്നുമില്ല. മോശം വണ്ടികൾ കുറേ ഉണ്ട്, പക്ഷെ ചളുക്കും പിളുക്കുള്ള നല്ല വണ്ടികളൊന്നും കാണാനില്ല എന്നൊരു കാര്യം കൂടി ഉണ്ട്. ടാറ്റ മോട്ടോഴ്സിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് ഒരിത്തിരി കൂടുതലായിട്ട് പറഞ്ഞ കാര്യമാണ്. പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഓക്കെ എന്താണ് ഇവരിങ്ങനെ സേഫ്റ്റിയെ കുറിച്ച് പറയുന്നത്, ഇവർക്ക് ഇരുമ്പിന്റെ ആ ഒരു വില കുറച്ച് കിട്ടുന്നതുകൊണ്ടാണ്, ഇരുമ്പ് ഇവർക്ക് തന്നെ ഫാക്ടറികളാണെന്ന് തോന്നാറുണ്ട്. പക്ഷേ ഫാക്ടറി നല്ല പറയല്ലേ, ഇൻഡസ്ട്രീസ്. പക്ഷെ ഇതിന് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. കോർണറിങ് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞ സംഗതി ഈ ഒരു ICNGയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു പെട്രോൾ അടിക്കാനായിട്ട് അല്ലെങ്കിൽ CNG അടിക്കാനായിട്ട് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്ന മുറയ്ക്ക് എഞ്ചിൻ ഓഫ് ആവുകയും അത് നടക്കുന്നത് വരെ ആ ഒരു ഓഫായിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിയാണ്. മുംബൈയിൽ ഞങ്ങൾ മുന്നൊരു ദിവസം വന്നപ്പോൾ ഇവിടെ ഫുൾ കറങ്ങാനായിട്ട് ഇവിടെ ടാക്സികൾ കിട്ടും ഡെയിലി ബേസിൽ. ഒരു 1200-1500 ഉള്ളിലൊക്കെ നമുക്ക് ടാക്സി വിളിക്കാം. അങ്ങനെ ടാക്സി വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് എല്ലാ ലൊക്കേഷനിലും ഒരുകൊണ്ട് കാണിക്കും. ഇപ്പോൾ ഷാറുഖ് ഖാൻ്റെ വീടായിട്ടുള്ള മന്നത്തൊക്കെ ഞങ്ങളന്ന് പോയി കണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ചാനലുണ്ട്, ഞാൻ ചാനൽ ഇട്ടേക്കാം കേട്ടോ, അത് ഐ ബട്ടൺ ഇട്ടേക്കാം. ഇപ്പോൾ ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഡെയിലി കമ്മ്യൂട്ട് എന്ന് പറയുന്ന ഒരു കാര്യം, ഓഫീസിൽ പോയിട്ട് വരണം, രാവിലെ പോകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല, ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല, സുഖമായിട്ട് ഗിയറൊക്കെ മാറി ഓടിച്ചു പോകാൻ പറ്റും. CNG മാനുവൽ മേടിച്ചാൽ മതിയായിരിക്കും. പക്ഷേ പിന്നീട് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു കാര്യം നടക്കില്ല. അതായത് തിരിച്ചു വരുമ്പോൾ ഫുൾ ട്രാഫിക്കും ഫുൾ തിക്കും തിരക്കും വരുന്ന സമയത്ത് നമുക്ക് മാനുവൽ ഓടിച്ചു വരാൻ കമ്പൽസമാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു പോയിന്റ്, അതായത് ഈ ഒരു CNG എന്ന് പറയുന്ന വണ്ടിക്ക് ഓട്ടോമാറ്റിക് കൂടി അല്ലെങ്കിൽ AMT കൂടി വന്നപ്പോഴുള്ളൊരു ഗുണം എന്ന് പറയുന്നത് ആ ഒരു പ്രശ്നം കംപ്ലീറ്റ്ലി മാറി കിട്ടിയെന്നുള്ളത് തന്നെയാണ്. ഇവിടുത്തെ ട്രാഫിക് സിസ്റ്റം കുറച്ച് കൺഫ്യൂസിങ് ആണ്. ട്രാഫിക് സിസ്റ്റം അല്ല കൺഫ്യൂസിങ്, പിന്നിൽ വരുന്ന ബസ്സുകളും കാറുകളും ലോറികളുമാണ്. അവർ പിന്നിലൊന്ന് ഹോണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പോകാൻ പറ്റും. പക്ഷെ ശരിക്കും ചോപ്പിലും ഇവർ കയറി പോകുന്നുണ്ട്. ഇവർക്ക് അങ്ങനെ ലോ എന്ന് പറയുന്ന സംഗതിയോട് വലിയ പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. കേരളത്തിലെങ്ങാനാവണം ആ സൗണ്ട് കേട്ടോ. അതാണ് NVHന്റെ ഒരു ചെറിയൊരു പോരായ്മയായിട്ട് ഞാൻ കണ്ട കാര്യം. ഇപ്പം നമ്മൾ ഓടിക്കുന്നത് 3ാമത്തെ ഗിയറിലാണ്. നമ്മൾ അത്യാവശ്യം കാലെടുത്ത് ഓടിക്കുകയാണെങ്കിലും വണ്ടി ഗിയർ ഡൗൺ ചെയ്യേണ്ട കാര്യമില്ല, ഗിയർ ഡൗൺ ചെയ്യൂല. പക്ഷെ അപ്പോൾ നമുക്ക് ആ ഒരു വൈബ്രേറ്റിംഗ് നോയ്സ്, ഒരു ചെറിയ ഒരു നോയ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഒരുപാട് CNGകൾ ഇവിടെ മുംബൈ സിറ്റിയിൽ കാണാനുണ്ടല്ലോ. കുറേ അധികം CNGകൾ കാണുന്നുണ്ട്. CNG മാത്രമല്ല ഇവിടെ EVയും ടാക്സി ആയിട്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമ്മൾ EV അധികം ടാക്സി ആയിട്ട് കാണാറില്ല, പക്ഷെ ഇവിടെ EV കൂടി ടാക്സി ആയിട്ട് കാണുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ചേഞ്ച് റോഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയിലേക്ക് വന്നാൽ ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ അപ്പോൾസറി, അതുപോലെ ഇതിന്റെ സീറ്റിന്റെ ഒരു കംഫർട്ടൊക്കെ നല്ലതാണ്. അത് ഇരിക്കാൻ സുഖമുണ്ട് എന്നുള്ളതാണ്. ഇരിക്കാൻ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല, നീറ്റാണ്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഫീച്ചർ ഈ വണ്ടിക്കുണ്ട്. കുറേ അധികം കാര്യങ്ങളുണ്ട്. എനിക്ക് ടിയാഗോ കുറച്ചും കൂടി ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു CNG വണ്ടി, CNG AMT ആയിട്ട് എടുക്കാവുന്ന കാര്യമാണ്. ഓഫീസ് കമ്മ്യൂട്ടിനൊക്കെ, അതായത് വലിയ ബ്ലോക്കുകളിലൊക്കെ വന്ന് പെട്ടാലും വലിയ പ്രശ്നമില്ലാണ്ട് നമുക്ക് കൊണ്ടുപോയി ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ്. ടിഗോർ എന്ന് പറയുമ്പോൾ ടാക്സി സെഗ്മെന്റിലേക്കാണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഒരു സെഡാൻ ആണ് നിങ്ങളുടെ ഒരു കൺസെപ്റ്റിലുള്ള വണ്ടിയെങ്കിൽ, എന്നാൽ സെഡാനിന്റെ ലുക്കും വേണം, സെഡാൻ ലുക്ക് വേണം. ആ ഒരു സെഡാൻ ലുക്കിനോടൊപ്പം എഫിഷ്യൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഒരു മൈൻഡിൽ നോക്കുമ്പോഴേ ശരിക്കും ഈ ഒരു വണ്ടിയുടെ ഒരു കാര്യം നമുക്കൊരു ലോജിക്കലി പറയാവുന്നതാണ്. വീണ്ടും CNGയുടെ ഒരു പവർ ടെസ്റ്റ് ആയിട്ട് ലോങ് സ്ട്രെച്ച് കിട്ടിയേക്കാണ്. കാലോട്ടെ
കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് പ്ലാൻ ചെയ്ത് മാനുവലിട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു ലീഗൽ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. 70-80 ഒക്കെ വണ്ടി വേഗം കയറുന്നുണ്ട് കാലം കൊടുത്താൽ. പക്ഷെ അങ്ങനെ കാലം കൊടുത്ത് ഓടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് എഫിഷ്യൻസിയെ ബാധിക്കും. അപ്പം നമ്മുടെ പർപ്പസ് മാറി, അപ്പം നമ്മുടെ ആ ഒരു ഉദ്ദേശം മാറി. അതുകൊണ്ട് കാലം കൊടുത്ത് ഓടിക്കാൻ അത്ര അഡ്വൈസബിൾ അല്ല. സ്റ്റിൽ കാലം കൊടുത്ത് ഓടിക്കാനൊക്കെ പറ്റും. അതായത് കാലം കൊടുത്ത വണ്ടി പോകുന്നുണ്ട്. ഓ ഇനി തീരെ നിർത്തിയിൽ ഞാൻ പറഞ്ഞ പോലെ CNG മാറ്റുക, പെട്രോൾ ആക്കുക, അഗൈൻ കാലം കൊടുക്കുക. CNG ടു പെട്രോൾ ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആണ്. അതായത് ഒരു ലാഗും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. പെട്ടെന്ന് മാറി. ഞാൻ പെട്രോളിലേക്ക് മാറി. എഞ്ചിന്റെ സൗണ്ട് ഗ്രൗണ്ട് വരെ മാറി, ആ ഗ്രണ്ട് വരെ മാറി. അത് ഒരു ഇത്തിരി കൂടി ഒരു മാൻലി ആയിട്ട് ആ സൗണ്ട് മാറി. ഒന്നും കൂടി ഒന്ന് പവർ ഉള്ള പോലുള്ളൊരു ഫീലായി. കാരണം കൊടുത്താൽ ഡൗൺ ഷിഫ്റ്റ് ഒന്നും കൂടി ഒരു ക്രിസ്പായി കൂടി. അതായത് ഞാൻ പറയുന്നത് ഒരു പ്രോപ്പർ പെട്രോൾ AMT ആയിട്ടുള്ള കമ്പാരിസൺ അല്ല, പക്ഷെ CNGയും പെട്രോളും തമ്മിലുള്ള ടിഗോറിനകത്തെ കമ്പാരിസൺ ആണ്. എനിക്കിതിന്റെ ആ ഒരു ബിഹേവിയർ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ആ ഒരു സ്വിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഫാക്ടറി നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് CNG ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആണ് ഫാക്ടറി CNG. അതിന്റെ കൂടെ ഒരു AMT കൂടി വന്നു, അതാണ് ഹൈലൈറ്റ്. ഇനി വിലപിടിപ്പുള്ളൊരു ടിപ്പ് തരാം. CNG AMT ഓടിക്കുകയാണെങ്കിൽ, ഏത് AMT ഓടിക്കുകയാണെങ്കിൽ ഫോർ ദാറ്റ് മാറ്റർ, ഇപ്പോൾ ഗിയർ ലിവറിന്റെ മുകളിൽ കൈ വയ്ക്കുന്നത്, ഗിയർ ഷിഫ്റ്റ് ആ ഒരു ഷിഫ്റ്റിന്റെ ലിവറിന്റെ മുകളിൽ കൈ വയ്ക്കുന്നത് ഗിയർ ബോക്സിന് കൂടുതൽ വേറെ ഉണ്ടാക്കും പറയില്ലേ, അതൊരു മിത്താണ്. ഉണ്ടാക്കുന്നില്ല, കാരണം കേബിൾ ഡ്രൈവൺ ആണ്. അവിടെ പോയിട്ട് അത് ആവുന്നില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്, നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രലേക്ക് ആവുന്നുണ്ട്. ന്യൂട്രലേക്ക് ആയി കഴിഞ്ഞാൽ അത് ഇത്തിരി ഒരു സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് ന്യൂട്രൽ ആവുന്നുണ്ട്. ന്യൂട്രൽ ആയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടേ ഡ്രൈവിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തീർത്തും അഡ്വൈസബിൾ അല്ല. സ്പീഡിലൊക്കെ പോകുമ്പോൾ ന്യൂട്രലായ പണി കിട്ടും, 8ന്റെ പണി കിട്ടും. 27 കിലോമീറ്ററോളം നമ്മൾ സിറ്റിയുടെ തിരക്കിലൂടെ മുംബൈയിലൂടെ ഓടിച്ചിട്ട് മുംബൈയുടെ എനിക്ക് തോന്നുന്നു ഏറ്റവും റിച്ചസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയുള്ള ഏരിയ എന്നൊക്കെ പറയാവുന്ന ഹെറിറ്റേജ് സൈറ്റിലേക്ക് എത്താണ്. അവിടെ എത്തുമ്പോൾ ശരിക്കും നമ്മുടെ കാഴ്ചയിലെ കാര്യങ്ങളൊക്കെ മാറി. ഡബിൾ ഡെക്കർ ബസ്സുകളുണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ കാണാം. ഒരു ഇത്തിരി കൂടി റിച്ച് നമുക്കിവിടെ ഫീൽ ചെയ്യും. ഒരിത്തിരി കൂടി നല്ല സ്ഥലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരിത്തിരി കൂടി ആ ഒരു മഞ്ഞ ടാക്സികളുടെ ഇടയിലൂടെ നമ്മുടെ വണ്ടി ഓടിച്ച് പോകുന്നതും നമുക്ക് ഒരിത്തിരി കൂടി ഒരു മുംബൈ എന്നുള്ള ഒരു വൈബ് ഇവിടെ എത്തി എന്നുള്ളതാണ്. ടാറ്റ ടിഗോറിനും ടിയാഗോയ്ക്കും ICNG ഓടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യത്തെ CNGയിൽ AMT വന്നിരിക്കുന്നത് ടാറ്റ ടിയാഗോയ്ക്കും ടിഗോറിനുമാണ്. ടാറ്റ ടിയാഗോയ്ക്ക് 784 മുതലാണ് ആ ഒരു വില ICNG AMTക്ക്. ടിഗോറിനാണെങ്കിൽ അത് 884 മുതൽ 884 മുതൽ 954 വരെയാണ് ഇതിന്റെ ഓട്ടോമാറ്റിക്കുകളുടെ ആ ഒരു വില. CNGയുടെ AMTയുടെ ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ. അങ്ങനെ 27 കിലോമീറ്ററോളം നമ്മൾ ഈ വണ്ടി ഓടിച്ചു. മുംബൈ സിറ്റിയിലെ തിരക്കിലൂടെ, തിക്കിലൂടെ, മഞ്ഞയും ആ ഒരു ബ്ലാക്കും അടിച്ച ടാക്സികൾക്കിടയിലൂടെ, ഇലക്ട്രിക് ബസ്സുകൾക്കിടയിലൂടെ, പാലത്തിലൂടെ, പണി നടക്കുന്ന കൺസ്ട്രക്ഷൻ സൈറ്റിലൂടെ, അങ്ങനെ പലവിധമായ ഏരിയയിലൂടെ നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്, ഇത് ശരിക്കും എക്കണോമിക്കലി അല്ലെങ്കിൽ എഫിഷ്യൻസി നോക്കിയിട്ട് വാങ്ങുന്ന ആളുകൾക്ക് പറ്റിയൊരു വണ്ടിയാണ് എന്നുള്ളതാണ്. ഫൺ ഫാക്ടർ ഇല്ല, ഓക്കെ, ഫൺ ഫാക്ടർ ആവശ്യമില്ല. നമുക്ക് ഒരു പോയിന്റ് A or B അല്ലെങ്കിൽ അങ്ങനെ പോയിന്റ് A to B ഓടിക്കാനായിട്ട് അല്ലെങ്കിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റിയ വണ്ടിയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഡെയിലി കമ്മ്യൂട്ടിന് ഒരു CNG വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഈ ഒരു കപ്പാസിറ്റി വെച്ചിട്ട് ഒരിക്കലൊക്കെ ആഴ്ചയിലൊരിക്കലൊക്കെ ഫിൽ ചെയ്താൽ മതിയാവും എന്നുള്ള ഗുണമുണ്ട്. ടിഗോർ ICNGക്ക് 2 ടാങ്കുകളുണ്ട്. തത്വത്തിൽ 2 അല്ല 3 ടാങ്കുണ്ട്. 1 പെട്രോളും 2 CNGയും. CNG കമ്പൈൻഡ് ആയിട്ടുള്ളത് 70 ലിറ്ററാണ് വാട്ടർ കപ്പാസിറ്റി, പെട്രോൾ ആണെങ്കിൽ 35. അപ്പോൾ ഡിക്കി തുറക്കാം. ഈ ഒരു ഡിക്ക് തുറക്കുമ്പോൾ ഇവിടെ കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഈ ഒരു പാഡിന് അടിയിൽ നമുക്ക് ആ ഒരു CNG ടാങ്ക് കാണാം. ഈ ഒരു പാഡ് ഉയർത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാമ്പ് വെച്ചിട്ടുണ്ട്. അതിനുള്ളതാണ് 2 CNG ടാങ്കുകൾ, കണ്ടോ. പിന്നെ നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി ബൂസ്റ്റ് വേണമെങ്കിൽ CNG ഓഫ് ചെയ്ത് പെട്രോൾ ആക്കിയാൽ ആ ഒരു ബൂസ്റ്റ് കിട്ടുമെന്നുള്ള കാര്യമുണ്ട്. സ്റ്റിൽ റിഫൈൻമെൻറ്റ് ലെവൽ കുറച്ച് കുറവാണ്, 3 സിലിണ്ടറിൻ്റെ ഉള്ള ഒരു കാര്യങ്ങളുണ്ട്. പക്ഷേ റൈഡ് ക്വാളിറ്റി എക്സെപ്ഷണലാണ്, അത് പറയേണ്ട കാര്യമാണ്. ഇരിക്കാൻ രസമുണ്ട്, സുഖമുണ്ട്, സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല കൺട്രോൾ തരുന്നുണ്ട്. പിന്നെ കോർണറിങ് സ്റ്റെബിലിറ്റി പ്രോഗ്രാം പോലുള്ള കാര്യങ്ങളുണ്ട്, ആ ഒരു കട്ട് ഓഫ് ഉണ്ട്, ഫയർ എക്സ്റ്റിങ്ക്വിഷർ പോലുള്ള കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക് AC ആണ്, ടച്ച് സ്ക്രീൻ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സുള്ള ടിഗോർ CNG ആയപ്പോൾ എഫിഷ്യൻസിയോട് കൂടി കുറച്ച് ലക്ഷറി ഫീൽ കിട്ടും. കൂടാതെ AMT ആയപ്പോൾ AMTയുടെ ആ ഒരു ഈസി ടു യൂസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി കിട്ടുന്നുള്ളതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.